എതിർവശത്ത് സുന്ദരിയായൊരു പെൺകുട്ടി വന്നിരുന്നെങ്കിൽ യാത്ര കളറായനെ എന്ന് വെറുതെ ചിന്തിച്ചതും കടുങ്കാപ്പി നിറമുള്ള കണ്ണുകളുള്ളൊരുത്തി എൻ്റെ നേരെ വന്നിരുന്നു. അവളുടെ കണ്ണുകളുടെ ഭംഗി കണ്ട് എനിക്ക് നോക്കാതിരിക്കാൻ സാധിച്ചില്ല. ഇടയ്ക്കിടെ ഞാൻ ഒളിക്കണ്ണിട്ട് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അവളൊരു മലയാളി പെൺകുട്ടിയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 ദിവസം മുഴുവൻ ഇവളെൻ്റെ എതിർവശത്ത് തന്നെ ഉണ്ടാവുമെന്നത് എന്നെ പുളകം കൊള്ളിച്ചു. കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്നും എടുത്തത് മുതൽ ഞാൻ അവളെ എങ്ങനെ പരിചയപ്പെട്ടു തുടങ്ങുമെന്ന ആലോചനയിൽ മുഴുകിയിരുന്നു. എൻ്റെ നേരെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തിരുന്നേൽ ഒരു ചിരി നൽകാമായിരുന്നു. എവിടേക്കാണെന്ന ചോദ്യത്തിലൂടെ പരിചയം സ്ഥാപിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ആ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നത് ആദ്യത്തെ നീണ്ട മണിക്കൂറുകൾ എന്നെ ചടപ്പിച്ചു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇടയ്ക്കിടെ ഞാനവളെ നോക്കിക്കൊണ്ടിരുന്നു. ഒറ്റ തവണ എന്നെ നോക്കിയാൽ മാത്രം മതി. എൻ്റെ ഹൃദയം കൊതി പൂണ്ടു. രാവിലെ ട്രെയിനിൽ കയറിയതാണ്. വൈകുന്നേരമാവുമ്പോഴും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് മാത്രം തെറിച്ചു നിന്നു. ഇടയ്ക്ക് ഒരു കാൾ ഫോണിലേക്ക് വന്നതും അവൾ അല്പനേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. ശേഷം മുഴുനീളെ ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കയ്യിലെ വെളുത്ത തൂവാല കൊണ്ട് കണ്ണുകൾ ഒപ്പുന്നുണ്ട്. എങ്കിലും അന്നേ ദിവസം മുഴുവൻ അവൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തോ തീവ്രമായ ദുഃഖം അവളെ വേട്ടയാടുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ അത് നല്ല നിലയിൽ മുന്നോട്ട് പോവില്ല എന്നെനിക്ക് മനസ്സിലായി. ഉള്ളം നിറയെ എന്താ കുട്ടി, എന്താ പ്രശ്നം, താൻ ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അതിന് മനസ്സ് വന്നില്ല. അന്ന് രാത്രി അത്യാവശ്യം വൈകിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. അപ്പോഴും അവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേന്ന് പകൽ മുഴുവൻ അത് തന്നെയായിരുന്നു സ്ഥിതി. വൈകുന്നേരം ഒരിടത്ത് നിർത്തിയപ്പോൾ ചായയുമായി വന്ന ഒരാളിൽ നിന്നും 2 ചായ എന്ന് യാന്ത്രികമായി ഞാൻ പറഞ്ഞുപോയി. അയാളത് ഒഴിച്ച് കയ്യിൽ തന്ന ശേഷമാണ് എനിക്ക് 2 എണ്ണം മേടിച്ചത് എന്തിനാണെന്ന തോന്നൽ പോലും ഉണ്ടായത്. എങ്കിലും ആ ചായ അവൾക്ക് നേരെ നീട്ടി. അവൾ എന്നെ കണ്ണുകൾ മിഴിച്ച് സൂക്ഷിച്ചു നോക്കി. കുടിക്ക് കുട്ടി, ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇതെങ്കിലും കുടിക്ക്. എത്ര ദുഃഖമുണ്ടെങ്കിലും ശരീരത്തെ പട്ടിണിക്കിടരുത്. അതാണ് എൻ്റെ പോളിസി. ഞാൻ അവളുടെ അരികിലെ ജനാലയുടെ മുകളിൽ അത് വെച്ചു. ട്രെയിൻ ചൂളം വിളിക്കുന്നതുവരെ അവൾ അതിൽ തൊട്ടിരുന്നില്ല. ചൂളം വിളിച്ചതും ട്രെയിൻ നീങ്ങിയാൽ ചായ ദേഹത്തേക്ക് തെറിച്ചു വീഴുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകി. അന്നേരം അവളത് എടുത്ത് കയ്യിൽ പിടിച്ചു, മെല്ലെ ചുണ്ടിലേക്ക് വെച്ചു. അന്ന് രാത്രി അവൾ എന്നോട് തൻ്റെ സങ്കടം കൊട്ടിയിട്ടു. 8 വർഷത്തെ തൻ്റെ പ്രണയവും ഒടുവിൽ വീട്ടിൽ യുദ്ധങ്ങൾ നടത്തി കല്യാണത്തിന് സമ്മതിപ്പിച്ചതും മിഠായി കൊടുത്ത് കല്യാണം ഉറപ്പിച്ചതും പറയുമ്പോൾ ആ കണ്ണുകൾ ചത്ത പരൽമീനുകളെ പോലെ ഒരേ ദിശയിൽ ചലിക്കാതെ പൊങ്ങിക്കിടന്നു. വീണ്ടും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയത് അവൻ്റെ സ്വഭാവം മാറിയതിനെക്കുറിച്ച് പറയുന്ന നേരത്താണ്. അതുവരെ കാണാത്ത പല സ്വഭാവ ദൂഷ്യങ്ങളും അവനിൽ കണ്ടുവെന്ന് പറയുന്ന സമയങ്ങളിലാണ്. താൻ ജീവനെപ്പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാലമൊക്കെ പലർക്കും അവൻ തൻ്റെ മനസ്സും ശരീരവും പങ്കുവച്ചിരുന്നു എന്നറിഞ്ഞ കഥ പറയുമ്പോൾ അവൾ മുഖം പൊത്തി വിങ്ങിപ്പൊട്ടി. എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഉള്ളം വെമ്പിയെങ്കിലും എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞാൻ കുഴങ്ങി. നാളെ അവൻ്റെ കല്യാണമാണ് ചേട്ടാ, ഞാൻ അതിന് പോവുകയാണ്. എനിക്കത് നേരിൽ കാണണം. അവനിനി മറ്റൊരാളുടെ ആണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഞാനീ പറഞ്ഞതെല്ലാം 1 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കുടുംബത്തിൽ ആർക്കും ഇതിലൊരു വിഷമവുമില്ല. എനിക്ക് വേണ്ടി തകൃതിയായി പലരെയും നോക്കുന്നുമുണ്ട്. പക്ഷേ അവൻ എത്ര വൃത്തികെട്ടവനാണേലും എനിക്ക് അവനെയല്ലാതെ ഒരാളെയും സ്നേഹിക്കാനാവുന്നില്ല. 100 കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിച്ചു കാണുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ തന്നെ എനിക്ക് അവനെ വെറുക്കാനാവുന്നില്ല. വെറുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സ്നേഹം ഇരട്ടിയാകുന്നു. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. നീണ്ടു നിൽക്കുന്ന ആ കരച്ചിലിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല. പിറ്റേന്ന് പകൽ വരെ ഞാൻ അവൾക്ക് കൂട്ടിരുന്നു. കണ്ണുനീർ നിർത്താനും ഇനിയൊരിക്കലും അവനു വേണ്ടി കരയില്ലെന്ന് സത്യം ചെയ്യിക്കാനും എനിക്ക് സാധിച്ചു. ഇന്ന് കല്യാണം കൂടി ഇതേ ദിവസം തന്നെ രാത്രിയിലുള്ള മറ്റൊരു ട്രെയിനിൽ തിരിച്ചു ഡൽഹിയിലേക്ക് പോകുമെന്നും നന്നായി പഠനത്തിൽ ശ്രദ്ധിക്കുമെന്നും അവനെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുമെന്നും ഉറപ്പ് നൽകിയാണ് ഞങ്ങൾ പിരിഞ്ഞത്. 2ാം ദിവസം രാവിലെ തന്നെ പത്രം അശ്രദ്ധമായി വായിക്കുമ്പോഴാണ് ആ വാർത്ത കണ്ണിലുടക്കിയത്. ആ കണ്ണുകൾ, ആ മുഖം, ഇതെല്ലാം എനിക്ക് അത്രമേൽ സുപരിചിതമാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിടയ്ക്കുന്ന നെഞ്ചുമായി ഞാനത് വായിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും എടുത്തുചാടി വിദ്യാർത്ഥിനി മരിച്ചു. ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസിൽ നിന്ന് രാത്രി 3 മണിക്കായിരുന്നു പെൺകുട്ടി പുറത്തേക്ക് എടുത്തു ചാടിയത്. ശേഷം എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയാത്ത വിധം അപ്പോഴേക്കും എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. രചന അമീൻ ഖലീൽ. അവതരണം സാം ഷമീർ.